ട്രിപ്പിൾ ഓം ശാന്തി ഒരു വിഷയം. ദിവ്യ ഗുണങ്ങൾ അതിലിപ്പോ ഉള്ളത് ക്ഷമ. ഒരു വിഷയം. ഈ ക്ഷമയെ പറ്റിയിട്ട് ഞാൻ കുറച്ച് മുന്നൊരു വീഡിയോ ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പാർട്ട് റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്ത് പോകുമ്പോൾ ബസ് കിട്ടിയതും വരുമ്പോൾ ട്രെയിന് കാത്തിരുന്ന് വിഷഞ്ഞപ്പോൾ ഒരു ട്രിപ്പിൾ ഓം ശാന്തിയൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വിഷയമായിട്ട് ഞാൻ ഒരു മണിക്കൂറോട് ഇരിക്കാൻ നിൽക്കുക. ക്ഷമ. ഇന്നലത്തെ ക്ഷമ എന്ന് പറഞ്ഞാല്, ഇന്നലെ ഞാൻ പോയി തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ പോയി, ട്രെയിൻ വന്നു കയറി, ആ ട്രെയിൻ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കെ ഇങ്ങനെ കോയമ്പത്തൂർ എത്തി. കോയമ്പത്തൂരിൽ നിന്ന് ട്രെയിന് അവിടുന്ന് ഇറങ്ങി. അപ്പോൾ ബസ് ഏതാന്ന് ചോദിച്ചു. അപ്പോൾ അപ്പുറത്ത് ബസ് കാണിച്ചു തന്നു. ബസ് സ്റ്റോപ്പിൽ പോയി അവിടുന്ന് ബസ് കയറി ക്ഷമയോടെ നിന്നു. അത് ഞാൻ ആലോചിക്കുന്നത് കൽപ്പം ചെയ്യണമല്ലോ, നിൽക്കണമല്ലോ. ആ ബസ് ഞാൻ വിചാരിച്ച ആരെങ്കിലും അതിൻ്റെ ഇടയിൽ ഇറങ്ങുന്നു. ആ ബസ് നേരെ ഇഷയിലേക്കായിരുന്നു, ആദിയോഗിയിലേക്കായിരുന്നു. അവിടെ വരെ നിന്നു. ഏകദേശം 1 മണിക്കൂറിന്റെ മേലത്തോളം നിന്നു. ബാഗ് താഴെ വെച്ച് അതൊക്കെ നിന്നു. പറഞ്ഞാൽ ഇങ്ങനെ തിങ്ങി ഇറങ്ങിയിട്ടാണ് നിൽക്കുന്നത്. ഒക്കെ ഹിന്ദിക്കാരാണ്, 100% ഹിന്ദിക്കാരാണ് അതിൽ കണ്ടത്. ആ നൃത്തം നിന്നു. പിന്നെ അവിടെ എത്തിയിട്ട് നടന്നു. കൽപ്പത്തെ നടത്താനേ നടക്കുക പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് മറ്റേ എൻ്റെ ഒരു കളവണ്ടീൻ്റെ സംഭവവും കാര്യങ്ങളൊക്കെ അവിടെ കണ്ടിട്ടുണ്ടല്ലോ, വല്ലതും ഉണ്ടാവും വിചാരിച്ചാ. അതിങ്ങനെ കയറും പറഞ്ഞു. ഒന്നുകിൽ 250 രൂപ കൊടുത്തിട്ട് ഇങ്ങനെ കയറിയാല് സ്പെഷ്യൽ ആയിട്ടുള്ള ഇതുണ്ട്, അതല്ലെങ്കിൽ പിന്നെ ഫ്രീ ആയിട്ടുള്ള ആ വഴിയുണ്ട്. ഈ ഫ്രീ ആയിട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ ഈ ആദിയോഗിയുടെ ചുറ്റോറും വലിയൊരു ഗ്രൗണ്ട് പോലെ കെട്ടിയിട്ട് അതിൻ്റെ ചുറ്റോറും കറങ്ങി പോകണം. അത് നടന്ന് ഒരു പോയിക്കോ. ഉപ്പാട് വളകി. ഇന്ന് ബാഗ് എവിടെയെങ്കിലും വെക്കാനോ അവിടെ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ഞാനത് ചെയ്യായിരുന്നു. കാരണം വെയിറ്റ് അല്ല, അത്യാവശ്യം വെയിറ്റ്. ഞാൻ വേണമെങ്കിൽ ഒരു ദിവസം താമസിക്കാം എന്നൊരു രീതിയിലാണ് പോയത്. അപ്പൊ അവിടെ അങ്ങനെ താമസിക്കാനുള്ള സെറ്റപ്പ് ഇല്ല, ബാഗ് വെക്കാനുള്ള സെറ്റപ്പ് ഇല്ല. ഈ ബാഗും താങ്ങിയിട്ട് അങ്ങനെ നടന്നു. ഒന്ന് ആലോചിക്കണം. ഒന്ന് എനിക്ക് തലേ ദിവസത്തിൽ ഇത്തിരി ഉറക്കക്കുറവുണ്ട്. ഒന്ന് ഉത്രാളിക്കാവിൽ പോയി വന്നത് ഇത്തിരി നേരം വൈകി. പിന്നെ അമൃതവിളക്ക് കഴിഞ്ഞിട്ട് പിന്നെ അതും കഴിഞ്ഞ് പെട്ടെന്നൊരു തിങ്കിങ്സ് വന്ന് നേരെ ആദിയോഗിയിലേക്ക് പോകണം. ഡ്രാമയാണ്. അപ്പോൾ എനിക്ക് അധികം റെസ്റ്റ് കിട്ടിയിട്ടില്ല, പൊതുവേ റെസ്റ്റ് കിട്ടിയിട്ടില്ല. പിന്നെ ട്രെയിനിൽ കുറച്ച് സമയം പാലക്കാടൊക്കെ കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഇറങ്ങിയപ്പോൾ ഒന്ന് ചെറുതായിട്ട് പോകുമ്പോൾ ഒന്ന് കിടന്നതാണ്. അപ്പോൾ ആ ബോഡി ഒന്ന് റിലാക്സ് ആയി. ഇതിങ്ങനെ പ്രസ്സാവും. നമ്മൾ നടക്കും തോറും നമുക്കുള്ള പ്രശ്നം എന്താന്ന് വെച്ചാല് എല്ല് വേണ്ട. ഞാൻ ക്ഷമയെന്ന് പോയിട്ട് ആ ക്ഷമേന്റെ കാര്യം അത് ക്ഷമയോടെ കേൾക്കണം, അതാ രസം. ക്ഷമേന്റെ ഒരു വിഷയമായിട്ടാണ് ഞാൻ പോണത്. അപ്പൊ നമുക്ക് ഉണ്ടല്ലോ, കാണുന്നില്ലല്ലോ. 2 എല്ലുകൾ ഇങ്ങനെ ജോയിന്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവട്ടെ, ഇതുണ്ട്. എന്നിട്ട് അതിന്റെ ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും. ഓരോ എല്ലിന്റെ ഇടയിലും ചെറിയ ഗ്യാപ്പ് പറഞ്ഞാൽ ചിലതൊക്കെ ഇങ്ങനെ തൊട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ അതിന്റെ ഒരു മൈക്രോ ഗ്യാപ്പ് പോലെ. ചിലതൊക്കെ ഇങ്ങനെ മൈക്രോ ഗ്യാപ്പ് ആയിരിക്കും. ചിലത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളക്കാനുള്ള ഗ്യാപ്പുകൾ ഉണ്ടാവും. ഓരോന്നിന്റെ ഇതൊന്നും എനിക്കറിയില്ല, അതിന്റെ സയന്റിഫിക്കലായിട്ടൊന്നും അറിഞ്ഞിട്ട് പറയല്ല. ഈ മൈക്രോ ഗ്യാപ്പുകളുടെ ഇടയിലൊക്കെ ഫ്ലൂയിഡുകളുണ്ട്. ഒരു തരം കൊഴുപ്പ്, അതിനെന്തോ ഒരു പേരുണ്ട്. അത് ഇങ്ങനെ രാവിലെ തൊട്ട് നടക്കുമ്പോഴും പണിയെടുക്കുമ്പോഴും ഒക്കെ അതിങ്ങനെ അമരും. കാരണം എന്താ പറയുക, ഭൂഗുരുത്വാകർഷണം വരും. ക്ഷമയോടെ കേൾക്കണം. ഞാൻ ക്ഷമയാണ് ഇപ്പൊ ഈ പറയുന്നത് കേട്ടോ. ക്ഷമയോടെ കേൾക്കണം. അത് അല്ല, വിഷയം മാറുന്നതായിട്ട് തോന്നും. അതായത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ പറയുന്ന സംഭവം എന്താ വെച്ചാല്, ഞാൻ വേറൊരു വീഡിയോ കണ്ട്. അപ്പൊ അതില് ഒരു ആത്മീയമായിട്ടുള്ളൊരു ഗുരു തന്നെ, എന്താ പേര് എനിക്കറിയില്ല. അപ്പൊ ഇവരൊക്കെ പറഞ്ഞെന്താ വെച്ചാൽ, ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാല് വേറൊരു കാര്യത്തിലേക്ക് ഡിവേർട്ട് ആവണമെന്നുണ്ട്. ഡിവേർട്ട് ആവും, സംസാരിക്കുമ്പോ ആവും, ഒരു സംശയമുണ്ട്. കാരണം നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത് ആ ഇ ഊ അല്ല, ഒക്കെ വേറെ ശബ്ദമാണ്. ഇനിയിപ്പോ ഇതില് നോക്കുകയാണെങ്കിൽ, സംഗീതത്തിൽ നോക്കുകയാണെങ്കിൽ സ രി ഗ മ പ ഒക്കെ വേറെ ശബ്ദമാണ്. പക്ഷെ ഒന്നും മോശമല്ല, അങ്ങനെയാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്.
ഇംഗ്ലീഷിൽ നോക്കുകയാണെങ്കിൽ എ, ബി, സി, ഡി, ഇ അങ്ങനെ പോകണം. ഇതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റിയാണ്. നമുക്ക് ആവശ്യമുള്ള പല പല കാര്യങ്ങൾ ഒരേപോലെയാണ് പഠിച്ചിട്ടുള്ളത്. അല്ല, ആരെങ്കിലും ഏതെങ്കിലും കുട്ടികൾ പഠിച്ചിട്ടുണ്ടോ? കല്യാണം കഴിക്കുന്നു, അച്ഛനും അമ്മയും ഒന്നിച്ച് ജീവിക്കുന്നു, കുട്ടികളാവുന്നു, ഇതൊന്നും പഠിച്ചിട്ടില്ല. ഒരു കുട്ടിയും പഠിച്ചിട്ടുണ്ടാവില്ല. കുട്ടി ജനിച്ചുടനെ തന്നെ അമ്മ ജനിച്ചുടനെന്നല്ല, ആദ്യം അതിൻ്റെ വിശപ്പകറ്റുന്നു. ഏറ്റവും പ്രധാനമായിട്ട് വിശപ്പകറ്റുന്നു. അതിനുവേണ്ടി പാല് കുടിക്കുന്നു. പാല് കുടിച്ച് പിന്നെ കുട്ടി കുറച്ച് ഇതായി കഴിഞ്ഞാൽ ചിരിക്കാൻ തുടങ്ങുന്നു, കരയാൻ തുടങ്ങുന്നു. അത് കഴിഞ്ഞാൽ ആദ്യം തന്നെ കരച്ചിലാണ് തുടങ്ങുക. ഇവിടെ ഡോക്ടർമാരാണെങ്കിൽ കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് വേദനിപ്പിച്ചിട്ട് കരയിപ്പിക്കുന്ന ഒരു സംഭവം കാണുന്നുണ്ട്. ക്ഷമയോടെ കേൾക്കണം കേട്ടോ. ഞാൻ ആ ക്ഷമ എന്നുള്ള വിഷയത്തിൽ ഇങ്ങനെ മാറിപ്പോകണം തോന്നും. അങ്ങനെയൊന്നുമില്ല. ചില വിഷയങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ഒന്ന് ഡിവേർട്ട് ആവും. അപ്പോൾ ഒന്ന് രണ്ട് വിഷയങ്ങൾ ഇപ്പൊ ഞാനും വീഡിയോ പലതും കാണുന്നതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഒരു ഇന്റർവ്യൂ ഒക്കെ നടക്കുക, അപ്പോൾ ചോദിക്കുന്നത് ഒന്ന് പറയുന്നത് വേറെ ഒന്ന്. കമന്റുകളൊക്കെ കാണുന്നതാണ്. എനിക്കങ്ങനെ വന്നിട്ടില്ല, എന്നാലും അങ്ങനെയുള്ള കമന്റുകൾ കാണുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, കോൺസെൻട്രേഷൻ. എന്നോടൊരു കാര്യം ചോദിച്ചാൽ എനിക്കൊന്നുകിൽ ഒരു രണ്ടുത്തരം പറയാം. എനിക്ക് അറിയാവുന്ന വിധത്തിൽ ആ കാര്യത്തിൻ്റെ ഉത്തരം പറയാം. അതല്ലെങ്കിൽ എനിക്കറിയില്ല എന്ന് പറയും. എനിക്കറിയാവുന്ന വിധത്തിൽ ഞാൻ ഉത്തരം പറയുമ്പോൾ, ഒരു ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ സത്യയുഗം എപ്പോൾ വരും? ഞാൻ പറയുന്നു 50 വർഷം. 50 വർഷം. ക്ഷമയോടെ കേൾക്കണം. ക്ഷമയാണ്. 50 വർഷം കൃത്യമായി പറഞ്ഞാൽ ഇനി അങ്ങോട്ട് 50-ാമത്തെ വർഷം, 50-ാമത്തെ വർഷം. ടൈമൊക്കെ വ്യത്യാസം ഉണ്ടാവും. 24 മണിക്കൂർ മാറി സ്പീഡാവും. പക്ഷെ കൃത്യമായിട്ട് എൻ്റെ ഒരു വീക്ഷണ കോണകം വെച്ചിട്ട് പറയുമ്പോൾ 50-ാമത്തെ വർഷം. ഇത് ഇപ്പോൾ മലയാളം മാസത്തിൽ നമുക്ക്, അതായത് ജ്യോതിശാസ്ത്രജ്ഞന്മാരെടുത്ത വർഷങ്ങൾ എടുക്കുമ്പോൾ 1200 അപ്പൊ ഈ 1200 വർഷം ആണിപ്പോൾ. അത് അവരൊന്ന് എവിടുന്ന് കണക്ക് കൂട്ടിയെന്നുള്ളത് എനിക്കറിയില്ല. അത് കലിയുഗത്തിന്റെ ആദിയിലാണെങ്കിൽ, ആണെങ്കിൽ അവിടെ ഭഗവാന്റെ കൃത്യമായ ഇടപെടലോടുകൂടി അത് ഒന്ന് ആയിട്ട് എഴുതി വെച്ചതാണെങ്കിൽ ഈ 1200 അങ്ങനെ 1201, 2, 3, 4, 5, 6, 7, 8, 9, 10 അങ്ങനെ 15, 20, 25, 30, 35, 40, 45, 50 അതോടുകൂടി 5000 വർഷം തികയുകയും 1-1-1 വീണ്ടും ആരംഭിക്കുകയും ചെയ്യും. ഇത് എൻ്റെ ഒരു വീക്ഷണകോണാണ്. അതല്ല വേറെ ആളുകൾക്ക് വേറെ രീതിയിലൊക്കെ പറയും. പക്ഷെ അപ്പൊ ബ്രഹ്മകുമാരിസിന്റെ കാര്യങ്ങൾ എങ്ങനെ? അപ്പൊ എൻ്റെ വീക്ഷണകോണൊക്കെ ഞാൻ ശരിക്കും അങ്ങോട്ട് പറയട്ടെ. അതായത് കൃത്യമായിട്ട് ഇപ്പൊ 100 വർഷത്തിലാണ് ബാബ പഠിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. പഠിപ്പിക്കല് ഓക്കെ, ഒരു യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും വലിയൊരാള് വന്ന് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ പഠിപ്പ് മാത്രമല്ല, സനാതന ധർമ്മത്തിലുള്ളവരുടെ പഠിപ്പ് മാത്രമല്ല. പഠിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്? എക്സാം ഉണ്ട്. എക്സാം കഴിഞ്ഞാൽ എന്തുണ്ട്? പോസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 100 വർഷത്തോടനുബന്ധിച്ച് ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ ബാബ തുടങ്ങി വെച്ച 1936 തുടങ്ങി വെച്ചതാണെങ്കിൽ ഇപ്പൊ 2036 ആകുമ്പോഴേക്കും 100 വർഷം തികയും. ഈ 36 ആകുമ്പോൾ എക്സാം, വലിയ വലിയ എക്സാമുകൾ നടത്തും. ആർക്ക്? സനാതന ധർമ്മത്തിലുള്ളവർക്ക്. ഇത് എൻ്റെ ഒരു വീക്ഷണകോണമാണ്. കൃത്യമാണെന്ന് ഞാൻ പറയുന്നില്ല. ശരിയാണെന്നോ അല്ലെന്നോ ആർക്ക് വേണമെങ്കിലും പറയാം. ബാബയ്ക്ക് ഇതിന്റെ കൃത്യമായ വിഷയം അറിയുള്ളൂ, എനിക്കറിയില്ല. ഞാൻ പിന്നെ കൽപ്പകൽപ്പത്തെ വിടൽസ് അടിക്കുന്നത് മാത്രം. അങ്ങനെ 2036 കൂടി പോസ്റ്റിംഗ് ഉണ്ടാവും. ആർക്കൊക്കെ പോസ്റ്റിംഗ് ഉണ്ടാവും? കുറച്ച് പേർക്ക് പോസ്റ്റിംഗ് ഉണ്ടാവും. എക്സാം നടത്തി ആദ്യം തന്നെ ഒരു കോളേജ് ഡെവലപ്പാക്കി ആ കോളേജ് വഴി അടുത്ത സ്റ്റെപ്പ് ഒരു കമ്പനിയാണല്ലോ.
സത്യയോഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കമ്പനി വേണമല്ലോ. ആ കമ്പനിയുടെ പോസ്റ്റിംഗ് ഉണ്ട്. അപ്പൊ ആ കമ്പനിയിലേക്ക് എന്തൊക്കെ വേണം? ചെയർമാൻ വേണം, പ്രസിഡന്റ് വേണം, മറ്റേ വേണം, മറിച്ച് വേണം. ഏതൊക്കെയാണോ അതിനനുസരിച്ചുള്ള പോസ്റ്റിങ്ങും പല സ്ഥലങ്ങളിലായിട്ടുണ്ടാവും. ജ്ഞാനം, ബാബു അതാ പറഞ്ഞു, ഗുണങ്ങളൊന്നും ബാബു നശിപ്പിക്കൂല. ജ്ഞാനം പതുക്കെ 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 ഇല്ലാതെ അവിടെ നിന്ന് അങ്ങോട്ട് ഈ 2036 കൂടിയിട്ട് തുടങ്ങും. ജ്ഞാനം പതുക്കെ 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 ഇല്ലാതെ ബ്രഹ്മകുമാരീസിലൂടെ ഇന്ന് കിട്ടുന്ന ഈ ജ്ഞാനം ഏതൊക്കെ വഴിയിൽ കിട്ടുന്നുണ്ടോ, ഓൺലൈൻ വഴിയാണ്, ഓഫ്ലൈൻ വഴിയാണ്, ഏത് വഴി, അത് പതുക്കെ 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 ഇല്ലാതാണ് കാലം. അപ്പൊ 2036 മുതൽ ഈ ഇതിപ്പോ എത്രയായിട്ടുണ്ടാവും? അപ്പോഴേക്കും 1200 എത്രയായിട്ടുണ്ടാവും? 1200 എന്നുള്ളത് ഏകദേശം ഒരു 1210 ബാക്കി 40 വർഷം. ബാക്കി 40 വർഷം 10 കണക്ക് ശരിക്കും കൃത്യമായിട്ട് കണക്ക് കൂട്ടിയിട്ടാ. കണക്കിൽ ഞാൻ കുറച്ച് മിടുക്കനായതുകൊണ്ട് വല്ലാതെ കണക്ക് തിങ്കിങ്ങിൽ കൂട്ടാൻ വല്ലാതെ അറിയില്ല, സ്പീഡ് ഉണ്ടാവില്ല. അപ്പോ 20-40 വർഷമായാലും ശരി, 30 വർഷമായാലും ശരി, എത്ര ആയാലും ശരി, ആ ഒരു സമയം മുതൽ അവസാന സമയം വരെ കമ്പനിയുടെ പ്രവർത്തനങ്ങളാണ്. സത്യയോഗം ആരംഭിക്കാൻ വേണ്ട കമ്പനിയുടെ പ്രവർത്തനങ്ങളാണ്. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്? പല സ്ഥലങ്ങളിൽ നിന്നും പല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. ജ്ഞാനം പതുക്കല്ലേ. പിന്നെ ജ്ഞാനം എടുക്കാനുള്ള ഒരു ബുദ്ധി ആർക്കുണ്ടാവും? ആർക്കുണ്ടാവും. ജ്ഞാനം പറയാനുള്ള ഒരു ബുദ്ധി ആർക്കുണ്ടാവും? ഡ്രാമ, കൽപ്പകൽപ്പം, മിത്തിങ് എന്നീ ചെറിയ ചെറിയ അനോട്ടേഷൻസ് കാര്യങ്ങൾ അതുണ്ടാവില്ല. അതിങ്ങനെ പക്കാ മറപ്പിക്കും. പിന്നെ ഒരു ബ്രഹ്മകുമാരീസ് വഴിയും ഈ ഒരു സംഭവം ഉണ്ടാവുകയില്ല. ആ ഒരു കാലഘട്ടം, അതിന് 30 ആയാലും ശരി, 40 ആയാലും ശരി, ആ വർഷങ്ങളിലാണ് ശരിക്ക് വേണ്ട വിധത്തിലുള്ള ഫുൾ എക്സാമുകൾ നടക്കുക. അതിൻ്റെ ഇടയിൽ ഇപ്പം എല്ലാ എക്സാമുകളും നടക്കുന്നുണ്ട്. നടന്ന് ഫുൾ സെറ്റിൽമെന്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതിപ്പോ എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്. ഇനി ഒരു 50 വർഷം, ചിലപ്പോൾ അത്ര തന്നെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല കേട്ടോ. ചിലപ്പോൾ ഒരു 25 വർഷമായിരിക്കാം, ചിലപ്പോൾ ഒരു 15 വർഷമായിരിക്കാം, ചിലപ്പോൾ ഒരു 30 വർഷമായിരിക്കാം. ഞാൻ എൻ്റെ ഒരു ധാരണ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പറഞ്ഞു. അപ്പോ ക്ഷമയോടെ കേട്ട്, കണ്ടോ, ക്ഷമയെന്ന് സ്റ്റാർട്ട് ചെയ്ത് ക്ഷമയോടെ കേട്ട് ഈ കാര്യങ്ങൾ. ഞാനിപ്പോ എന്ത് ക്ഷമ, പല ക്ഷമയുടെ കാര്യങ്ങളും പറഞ്ഞു. ഒന്ന്, വർഷങ്ങൾ. ഏറ്റവും പ്രധാന അതാണ്, വർഷങ്ങൾ. എത്ര വർഷം വേണമെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും എല്ലാം പാലിക്കാൻ കഴിയുമോ? എല്ലാം പാലിക്കാൻ കഴിയുമോ? ആലോചിക്കണം. സത്യയോഗം ആരംഭിക്കുന്ന സമയമാകുമ്പോഴേക്കും, അല്ലെങ്കിൽ ഈ ഒരു അവസാന സമയമാകുമ്പോഴേക്കും DKയുടെ കാര്യങ്ങളുമായിട്ട് ശ്രീമതം പാലിച്ച് നടക്കുന്ന വ്യക്തികൾക്ക് കൃത്യമായിട്ട് ഫുഡ് ഫോളോ അപ്പ് ചെയ്യാൻ കഴിയുമോ? അമൃതവേള ഫോളോ അപ്പ് ചെയ്യാൻ കഴിയുമോ? ബ്രഹ്മചര്യം കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ കഴിയുമോ? ചിന്തകളിൽ ബ്രഹ്മചര്യം ഫോളോ അപ്പ് ചെയ്യാൻ കഴിയുമോ? അതാണ് പ്രശ്നം. മറ്റേത് മാത്രല്ല. ഇപ്പോ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറിയ വിഷയമൊന്നുമല്ല. എന്നാ അത് വലിയ പ്രയാസമാക്കി എടുക്കേണ്ട ആവശ്യമില്ല എന്ന് ബാബു പറയുന്നുണ്ട്. അത്രയേ പ്രയാസമായിട്ട് കടമ്പിടുത്തം പിടിച്ചിട്ട് ബ്രഹ്മചര്യം എടുക്കണേൽ വലിയ കാര്യമില്ല എന്നും ബാബു പറഞ്ഞു. എന്താ കാര്യമുള്ളത്? കടമ്പിടുത്തം പിടിച്ചിട്ട് ഫുഡിന്റെ പവിത്രത പാലിക്കണമെന്ന് ബാബു പറയുന്നില്ല. പക്ഷെ അപ്പോഴേ കിട്ടുള്ളൂ. ഞാൻ ഇന്നലെ എനിക്ക് തമിഴ്നാട് എത്തിയ ഉടനെ തന്നെ കാരണം തമിഴ്നാട്ടിലത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ പോകും തന്നെ വിചാരിച്ചു. ഓരോന്നിന്റെ സ്മെല്ല് ഇങ്ങനെ മൂക്കിലേക്ക് കുത്തി കയറിയിട്ട് വയന്ന് വെള്ളം വന്നുകൊണ്ടേയിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ എന്ത് സാധനമാണെങ്കിലും. ഓരോന്ന് പുതിയത് പരീക്ഷിച്ച്. അപ്പൊ
ഏതോ ജന്മത്തിലെ കർമ്മ അടിച്ചു കയറാണ് മൂക്കിലേക്ക്. ആ സ്മെല്ല്, ഈ സ്മെല്ല്, എന്തൊക്കെയാണ് പുലാവും പറഞ്ഞ കോളിഫ്ലവറിന്റെ കുറെ ഐറ്റങ്ങളും അതും ഇതും ഒക്കെ ഓരോന്ന്. എന്താണ് കുഷ്കേ, എന്തൊക്കെയോ പുതിയ പേരുകൾ. ഇതൊക്കെ ഇങ്ങനെ കേൾക്കാം. നമ്മളാണെങ്കിൽ ഇളനീര് മാത്രം കഴിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇളനീര് കഴിച്ചു, പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയ കുറെ സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്ന് വാങ്ങി കഴിച്ചു. ബാക്കിയുള്ള ഓരോന്നിന്റെ സ്മെല്ലുണ്ടല്ലോ. പക്ഷെ അന്ന് അഞ്ചും കിടച്ചു. ഇന്നലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കർമ്മക്കണക്ക് തീർന്നു എന്ന് തന്നെ പറയാം. എന്തിനാ ഞാൻ പോയി എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ പോയപ്പോ മനസ്സിലായി പാസ്സാവാനൊക്കെ പറ്റായൊന്നുമില്ല. ക്ഷമ അഞ്ചും കളിച്ചു. അത് കാണുന്നവരാണെങ്കിലും കേൾക്കുന്നവരാണെങ്കിലും ഇത് ഭയങ്കര റിസ്ക് ആണ്. നമ്മുടെ ഈ ഇതിന് ജയിക്കാന്ന് പറഞ്ഞാല്, ഭക്ഷണത്തിന് ജയിക്കാന്ന് പറഞ്ഞാല്. പക്ഷെ ജയിച്ചു തന്നെ ആവണം എന്നില്ല. എല്ലാരും ജയിച്ചു തന്നെ ആവണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അതാണ് ബാബ പറഞ്ഞത്, ഇതൊരു നിർബന്ധം പിടിച്ച് നമ്മൾ ചെയ്യിപ്പിക്കാൻ പാടില്ല. സ്നേഹത്തോട് കൂടി ചെയ്യാം. ബാബാ, ഞാനിന്ന് ബാബയോട് പറയും, ബാബാ ഓരോന്നിന്റെ സ്മെല്ല്, വെജിറ്റബിൾ ബിരിയാണി ആണെങ്കിലും അതാണെങ്കിലും ഇതാണെങ്കിലും ഞാൻ നിർത്താണ് ബാബാ, നിങ്ങൾ തന്നെ എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്നൊരു മാനസികാവസ്ഥ പോലും വന്നൊരു സമയം. ഓരോന്നിന്റെ സ്മെല്ലാണ് നമ്മളെ കണ്ടോ. ഈ 5 ഇന്ദ്രിയങ്ങളും നിങ്ങൾ ജയിക്കണം എന്ന് ബാബ, നിങ്ങൾ ജയിക്കണം. അവിടെ യാതൊരുവിധ ആശീർവാദത്തിന്റെ ഒരു കാര്യമില്ല. അത് നമ്മൾ ജയിച്ച തന്നെ. നേരെ വെച്ച് ഞാനിപ്പോ ഇന്നലെ തളർന്ന് വീട്ടിൽ കിടക്കുകയാണെന്ന് നോക്കിയാ, ഇന്നലെ മുതല് ഇനി ശരീരം വിടുന്നവരെയും തളർന്ന് കിടക്കാന്ന് വെക്കുക. ഒരു 5-10 വർഷം തളർന്ന് കിടക്കാന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി വീട്ടുകാർക്ക് അറിയാം എനിക്ക് ഉള്ളില്ലാത്ത ഭക്ഷണമാണ് തരേണ്ടത്. അവരങ്ങനെ ഉണ്ടാക്കി തന്ന് അവസാനം ഒരു 5-10 വർഷം ആകുമ്പോഴേക്കും നമ്മൾ ശരീരം വിട്ടു. അമൃതവേളയ്ക്ക് കിടന്ന് രാവിലെ ചെയ്യും. കാരണം ചെയ്ത കുറെ പാപങ്ങളുണ്ടല്ലോ. അപ്പൊ ആ പാപങ്ങളൊക്കെ അറിയിച്ച് ബാബാ അപ്പോഴേക്കും ഈ പൊട്ടിയ ഭാഗങ്ങൾ ഏത് നമ്മളെ നട്ടലൊക്കെ പൊട്ടിയിട്ടാണല്ലോ കിടക്കുക. അതിലൂടെയുള്ള വേദനയും കാര്യങ്ങളും ബാബാ തീർന്നു ബാബാ എന്നൊക്കെ പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഞാൻ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതിന്റെ ഒരു പരിപൂർണ്ണ തെളിവാണ് ഇപ്പൊ ഈ ഇരിക്കുന്നത്. ഉണ്ടാക്കിയവരാരായാലും ശരി, ഇനി ഞാനായാലും ശരി, അതനുഭവിച്ചേ തീരും. അതാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? യോഗം ചെയ്യുക. നല്ല വിധത്തിൽ യോഗം ചെയ്യുക. തുറന്നു പറയാം, ബാബാ എനിക്ക് ഇന്ന തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ഞാൻ തുറന്നു പറയാറുണ്ട് കേട്ടാ. അതാ രസം. തെറ്റുകൾ പറ്റും. തെറ്റുകൾ പറ്റാത്ത ഒരു മനുഷ്യരില്ല. തെറ്റുകൾ ചിന്തയിലൂടെ പറ്റും, വാക്കിലൂടെ പറ്റും. ലാസ്റ്റിൽ ഒരു ബട്ടിക്ക് പോയപ്പോ എന്ന് പറഞ്ഞ ഏറ്റവും പരീക്ഷണങ്ങൾ ലാസ്റ്റിൽ കൂടുക ചെയ്യുക. പരീക്ഷണങ്ങൾ കൂടുക ചെയ്യുക, നമ്മളെ ശക്തിശാലി ആക്കാൻ വേണ്ടിയിട്ട്. എനിക്കൊക്കെ അത്യാവശ്യം നല്ല പരീക്ഷണങ്ങളാണ്. തെറ്റുകൾ നിരവധി തെറ്റുകളാണ് പറ്റിയത്. ഞാനാണ് ദൈവം എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ശരീരത്തിനെ ഞാൻ ഇടിച്ച് പിഴിഞ്ഞ് കരുത്താക്കി എടുത്തിട്ടുണ്ടാവും. ഞാനല്ലല്ലോ ദൈവം. അമ്മൊരു തെറ്റുകളാണ് സത്യം പറഞ്ഞ പല സമയത്തും എനിക്ക് ബാബ പറഞ്ഞ രീതിയിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ പറ്റിയിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ബാബ നമ്മളെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. കുറെ തെറ്റുകൾ പറ്റുന്നുണ്ടെങ്കിലും ചില ശരികളുണ്ട്. അതാണ് ഈ മുന്നോട്ട് കൊണ്ടുപോകണത്. വലിയ ആക്സിഡന്റിന്റെ കൂടെ ഉണ്ടായിട്ട് എന്തിനാരെ പറഞ്ഞപ്പോ ഒരു ബൈക്കിന്റെ ബാക്കിൽ ഇരിക്കുന്ന ആൾക്കല്ല ശരിക്കും നല്ലൊരു ആക്സിഡന്റ് പറ്റുക. വലിയൊരു ആക്സിഡന്റിൽ ഒരു ബൈക്കിന്റെ ഡ്രൈവർക്കാണ് പറ്റിയത്, നമുക്കൊന്നും പറ്റിയില്ല. അപ്പൊ തന്നെ ഞാൻ ബാബയോട് ചോദിച്ചു, പറ്റേണ്ടത് ശരിക്കും എനിക്കല്ലേ? പക്ഷെ അതൊരു പരീക്ഷണമാണ്. അങ്ങനെ നിരവധി പരീക്ഷണം ഇനിയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സമയമെടുക്കും. പരീക്ഷണത്തിൽ നിന്ന് തോറ്റ് ജയിച്ച് അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. എന്നിട്ട് അവസാനം ക്ഷമയോടെ പാസ്സാവുന്ന പറഞ്ഞ പരീക്ഷണങ്ങള്, 8ന്റെ പരീക്ഷണങ്ങള് പല വിധത്തിൽ വരും. വരുന്നവരാരുണ്ടോ, ആരൊക്കെ വലിയ പരീക്ഷണങ്ങൾ ഉണ്ടാവും എന്ന് മനസ്സിലാക്കണ്ടുള്ളൂ. വലിയൊരു പാർട്ടാണ് അത് വരുന്നത്. ചെറിയ പരീക്ഷണമേ ഉള്ളൂ, കാര്യപ്പെട്ട പരീക്ഷണമൊന്നുമില്ല. എല്ലാരും നല്ല സഹയോഗം, വീട്ടുകാർ സഹയോഗം, ബ്രഹ്മകുമാരി സഹയോഗം, ബാക്കി പ്രകൃതി സഹയോഗം, ശരീരത്തിന് സഹയോഗം, ഒരു പ്രശ്നമില്ല. മനസ്സിലാക്കിയപ്പോ ചെറിയ പാർട്ടേ ഉള്ളൂ എന്നല്ല, കൂടുതൽ 2-3 കാര്യം ഉണ്ട് കേട്ടോ. ഒന്ന്, അത് മാസത്തോളം അധികം കർമ്മക്കണക്ക് ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഒന്ന്, പിന്നെ
ആ പാർട്ട് ചിലപ്പോൾ വലുത് തന്നെ ആയിരിക്കും. ഒരു പരീക്ഷണങ്ങൾ ഭയങ്കര പരീക്ഷണങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഈ ഇതൊന്നുമില്ലെങ്കിൽ വിജയം അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അതായത് നമുക്ക് ഒന്നിനെ അങ്ങോട്ട് അടിച്ച് എന്താ പറയുക, അടിച്ച് തറച്ച് പറയാനൊന്നും പറ്റില്ല. BKയുടെ കാര്യങ്ങൾ വെച്ചിട്ട്, ക്ഷമയുടെ കാര്യം വെച്ചിട്ട് നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ വരുന്നുണ്ടെങ്കിൽ ചെയ്തു വെച്ച കർമ്മത്തിന്റെ ആധാരത്തിൽ അത് തീരുകയാണെന്ന് മനസ്സിലാക്കിയത്. ഇന്നലെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ കാത്തിരിക്കെ കുറച്ചു നേരം അവിടെ ഒന്ന് കിടക്കേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ വിരി വെച്ചു അവിടെ ഒന്ന് കിടന്നു. ഒന്ന് കണ്ണടയ്ക്കാന്ന് വിചാരിച്ചാണ്. ഒരു 2 മണിക്കൂറോളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റിംഗ് ടൈം ഉണ്ട്. 1.5 മണിക്കൂറൊക്കെ ഒന്ന് കണ്ണടയ്ക്കാന്ന് വിചാരിച്ചു. കൽപ്പകൽപ്പത്തെ നാരിമാര് ചുറ്റിലും വന്നിട്ട് വരിക, ചോര ഊറ്റി കുടിക്കുക. എന്തൊരു കഷ്ടമാണെന്ന് അറിയാം ഈ നാരിമാരുടെ ഒരു സ്ഥിതി. എന്നെ ഭയങ്കര ഇഷ്ടമാണ്. വരിക, ചോര ഊറ്റി കുടിക്കുക. ഞാൻ ഓരോ നാരിമാരെ ഓരോന്നിനായി തല്ലിക്കൊന്ന് എവിടെ തീർന്നു? ഇതില് പുരുഷന്മാർ വരില്ലല്ലോ. ചോര ഊറ്റി കുടിക്കാന് പൊതുവിന്റെ പുരുഷന്മാർ വരില്ല. ഒരു നാരിമാര് മാത്രമേ വരുള്ളൂ. അവര് നല്ല ചോര കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട ബ്ലഡ് നോക്കി വന്ന് കഴിച്ച് കൊത്തിയെടുക്കും. അവരുടെ 6 കൊമ്പുകളും കൊത്തി തറപ്പിച്ച് ചോര ഊറ്റി കുടിക്കും. ഒരു കഥയാണ് അത്. ക്ഷമയോടെ ഒരു സ്ഥലത്ത് കിടന്ന് കുറെ സമയം കൊതുവിനായിട്ട് കൊന്നുണ്ടെങ്കിൽ വേറൊരു സ്ഥലത്ത് പോയിട്ട് പിന്നെ വെയിറ്റ് ചെയ്ത് ഇരുന്നോടത്തൊന്നും വിടുന്നില്ല. എന്റെ പൊന്നോ, കൊതുവെന്ന് പറഞ്ഞ 1.5 കൊതുപ്പെണ്ണുങ്ങൾ വിട്ടില്ല കുറേ സമയം. ഞാനാണെങ്കിൽ അപ്പം ആലോചിക്കും, ബാബാ കൽപ്പത്തെ അനുഭവം ചെറുതൊന്നല്ലായിരുന്നു. ഇല്ലാത്ത കോയമ്പത്തൂർ അനുഭവം. അത് ചെറിയ കൊതു, ഇച്ചിരി വലിപ്പുണ്ടെങ്കിലും ഓക്കെ, അതിന് പറക്കാൻ ഒത്തിരി സമയം വേണം. നമുക്ക് കാണണ്ടേ, ചെറുത്, വളരെ ചെറുത്. അത് ഇച്ചിരി ബ്ലഡൊക്കെ കുടിച്ച് വലുതാകുമ്പോഴേ ശരിക്കും കാണുന്നുള്ളൂ. അപ്പോഴേക്കും ചൊറിഞ്ഞൊരു വൈക്കായിട്ടുണ്ടാവും. കർമ്മകണക്ക്, ഡ്രാമ, നത്തിങ് ന്യൂ. ക്ഷമയോടെ അതും ഫേസ് ചെയ്തു. ക്ഷമ വേണം. നമുക്ക് ഏതെല്ലാം വിധത്തിൽ എന്തെല്ലാം കിട്ടുന്നുണ്ടോ നമുക്ക് ക്ഷമയോടെ തന്നെ നേരിടും. ചെറിയ കാര്യം നല്ല ക്ഷമ എന്ന് പറഞ്ഞാൽ ഈ ക്ഷമയിലൂടെ തന്നെയാണ് ശാന്തി വരുന്നത്. ശാന്തിയിലൂടെ തന്നെയാണ് സ്നേഹം ഉണ്ടാവുക. സ്നേഹത്തിലൂടെ തന്നെയാണ് പവിത്രത എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമില്ല. അതിങ്ങോട്ട് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ ക്ഷമയോടെ മുന്നോട്ട് പോകും. നമ്മള് ബ്രഹ്മകുമാരീസിന്റെ തന്നെ കുറെ ടീമുമായിട്ട് ഞാൻ പല സ്ഥലത്തും പോകാറുണ്ടെങ്കിലും നല്ലൊരു ശതമാനം ആളുകൾക്കും കുറെ വർഷങ്ങളായിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ ചില സമയത്ത് ഇവർക്ക് തീരെ ക്ഷമയില്ല. ബ്രഹ്മകുമാരീസിൽ ഭക്ഷണം വിളമ്പി കഴിഞ്ഞാൽ മറ്റേ എന്താ പറയാ, സ്കൂളില് അസംബ്ലി കൂട്ടണേനേക്കാൾ അപ്പുറം തിക്കും തിരക്കും. പിന്നെ അത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ടോടും ഇങ്ങോട്ടോടും, അതിൻ്റെ ഇടയിൽ തിക്കുന്നു. ഇത് തിക്കാതിരിക്കാനാണെങ്കിലോ മെയിൻ സഞ്ചാലിക ഉണ്ടല്ലോ, ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ പരിപാടിയിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് 15-20 മിനിറ്റോളം ഇവരുടെ BKസിനോട് ഇതെല്ലാ പരിപാടിക്കും പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഭക്ഷണം വളരെ ക്ഷമയോടെ പോയി കഴിക്കൂ. ഇതൊരു 2-3 തവണ പറഞ്ഞാൽ മനസ്സിലാവൂലേ. ഇച്ചിരി ക്ഷമയില്ലാത്തവനോട് കയറി പോട്ടെ, മാറി കൊടുക്കണമെന്നേ. ഇത് ഒരു മെഗാ പ്രോഗ്രാം ഒക്കെ നടക്കുകയാണെങ്കിൽ 10-20 മിനിറ്റ് തന്നെയാണ് സംസാരം. BKS ആണ്. നമ്മൾ വളരെയധികം ക്ഷമയോടെ പാത്രമെടുത്ത് വളരെ ഒരു മുന്നിലുള്ള ആളുകൾക്ക് പരിഗണന കൊടുത്ത് ഇതങ്ങനെ പറയുന്നു. അതിനൊരു വർഷങ്ങളായി, 1-2 വർഷമൊക്കെ ഇത് ചെയ്യുന്നതിന് ഓക്കെ. അവിടെ വരുന്ന വ്യക്തികളിലേക്ക് ഇത് അവരിന്ന് തന്നെ കൈമാറ്റം ചെയ്ത് പോകേണ്ട സംഭവമാണ്. ഇതൊന്ന് സ്റ്റേജിൽ അനൗൺസ് ചെയ്ത് അതിന്റെ സമയം കളയേണ്ട ഒരു സംഭവമേ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഡ്രാമയിൽ അവരങ്ങനെ സമയം എടുക്കുന്നുണ്ടെങ്കിൽ അത് എടുത്തോട്ടെ. ഞാനൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് നമ്മളൊക്കെ ക്യൂ നിന്നിട്ട് നല്ല പരിചയമുള്ളതല്ലേ. സ്കൂളിലാണെങ്കിലും അവിടെ ആണെങ്കിലും എന്ത് വന്നാലും മാക്സിമം ക്യൂ വരി നിൽക്കേണ്ടതാണെങ്കിൽ വരി നിൽക്കുക. പിന്നെ ഇപ്പോൾ
അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് കുറച്ച് നേരത്തെ പോയി ഭക്ഷണം കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ രീതിയിലാണ് ഇപ്പൊ നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു ലാസ്റ്റിലൊക്കെ അവിടെ. വിശക്കും, എനിക്കൊക്കെ നല്ല വിശപ്പ് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, 1 മണിക്കാണ് ഭക്ഷണം കൊടുക്കണമെന്നുണ്ടെങ്കിൽ 12:30 പോയിട്ട്, പിന്നെ നമ്മളവിടെ എല്ലാവർക്കും അറിയാലോ റെഡി ആയോ, അപ്പൊ പറയും ഇതേ മറ്റേ ബോഗ് വെച്ചിട്ടില്ല, തീർന്നില്ലേ, ആ വെച്ചു വഞ്ചീര് എന്നാ ബോഗ് വെച്ചു, ശരി ഞാൻ തുടങ്ങാം, അല്ല അതങ്ങോട്ട് വരട്ടെ. അങ്ങനെ അത് വരുന്നവരെ വെയിറ്റ് ചെയ്ത് അപ്പോഴേക്കും വരിയായിട്ടുണ്ട്. അന്ന് അവര് ആ പ്രസാദക്കായലൊക്കെ നിക്ഷേപിച്ച് ബോഗ് വെച്ചിട്ട് ബാബ എടുത്തിട്ടാ അല്ല, പക്ഷെ ആ ഒരു സമയങ്ങളിൽ യോഗം ചെയ്യട്ടെ വെച്ചിട്ട് അങ്ങനെ ഒരു പരിപാടി, 4-5 ആളുകൾ ഫ്രണ്ടിലിരുന്ന് ഈ പറഞ്ഞ പാത്രങ്ങളിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെയുള്ള പരിപാടിയൊന്നും ബ്രഹ്മബാബുള്ള സമയത്തില്ല. ബോഗ് വെക്കലും നമ്മൾ നമ്മുടെ മനസ്സിന് ഓർമ്മിക്കലാണ്, പ്രധാനം തന്നെ ഓർമ്മിക്കലാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഓർമ്മിക്കുക, ഭക്ഷണം അതൊരു സങ്കല്പമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം എടുക്കണില്ല, ബാബ വാസന എടുക്കുന്ന പറയാം. എന്ത് വാസന? ബാബ പരന്താമത്ത് ഇങ്ങോട്ട് വന്നിട്ട് വെച്ച ബിരിയാണിയുടെയോ അല്ലെങ്കിൽ സദ്യയുടെയോ എന്തെങ്കിലും ഇതിന്റെയൊക്കെ മണം ബ്രഹ്മാവിന്റെ ശരീരത്തിൽ കൂടെ അല്ലെങ്കിൽ ഗുരുസാരദാജിയുടെ ശരീരത്തിൽ കൂടെ ഒക്കെ എടുക്കുന്നതാണോ? അങ്ങനെയല്ല. ബാബ ശരിക്കും അതിന്റെ ആ ഒരു ഭാവനയ്ക്കല്ല ഭാവന, അതിന്റെ റിയാലിറ്റി എടുക്കുന്നതാണ്. എത്രത്തോളം നല്ല മനസ്സോടെ ആ ബ്രാഹ്മണർക്ക് അത് ഊട്ടുന്നുണ്ട്, അതിലെത്രത്തോളം ശുദ്ധിയുണ്ട്, എത്രത്തോളം ആ ഭക്ഷണം ഹെൽത്തിയാണ്, ഇതൊക്കെയാണ് ബാബ പരിശോധിക്കുക. ഞാൻ പറഞ്ഞല്ലോ ബ്രഹ്മകുമാരീസിന്റെ ഇതില് വിഷം ചേർത്തിട്ടാണ് അതിലേ പച്ചക്കറി ഉണ്ടാക്കും. ബാബ പയറ് ആ മണ്ണിൽ ശരിക്കും വിളയണില്ല, ഞങ്ങൾ കുറച്ച് ഫാക്ടംഫോസ് ഇട്ടു, കുറച്ച് ഫുരിഡാൻ ഇട്ടു. ഭഗവാൻ അത് ശരിയായിട്ട് അംഗീകരിക്കുന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ട്? ഈ പറഞ്ഞ ബ്രഹ്മകുമാരീസിന്റെ തലപ്പത്തിരിക്കുന്ന ഏതെങ്കിലും സഞ്ചാരികമാരോട് ഞാൻ പക്കാ ചോദിക്കാണ്, പാലക്കാടിന്റെ അംഗീകരിക്കുന്നു നിങ്ങൾക്ക് ആർക്കും തോന്നുന്നു? നിങ്ങളാണ് ഭഗവാൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അംഗീകരിക്കും. വരാൻ പോണ സത്യയുഗത്തിലേക്ക് നിങ്ങൾക്ക് ഭഗവാന്റെ നിമിത്തമായി കിട്ടിയ ആ വലിയൊരു പറമ്പിൽ ചെയ്യുന്ന കൃഷിക്ക് വിഷം ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ നോക്കണേ, വിഷം ചേർത്ത് ഉണ്ടാക്കുമ്പോൾ അത് നിങ്ങൾ അംഗീകരിക്കും? നിങ്ങളാണ് ഭഗവാനെങ്കിൽ നിങ്ങൾ അംഗീകരിക്കില്ല. പ്രകൃതി ശുദ്ധമാക്കാൻ വീണ്ടും വിഷം ചേർക്കാനല്ല. ഓൾറെഡി തമിഴ്നാട്ടിലാണെങ്കിലും കർണാടകയിലാണെങ്കിലും എവിടെയാണെങ്കിലും വിഷം ചേർത്ത് ഇഷ്ടം പോലെ പച്ചക്കറി വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം കൊണ്ട് ഏതോ ഒരു വ്യക്തി ശരീരം വിട്ടതിന്റെ പേരിൽ അവിടെ കിടന്ന വലിയൊരു പറമ്പ് ഈ ബ്രഹ്മകുമാരീസിന് കിട്ടി. ഏക്കറുണ്ട് കേട്ടോ, എത്രയോ ഏക്കറുണ്ട്, 2 ഏക്കറാണോ 3 ഏക്കറാണോ, 2 ഏക്കർ കുളം തന്നെ ഉണ്ട്, 4 ഏക്കർ അങ്ങനെ തോന്നുന്നുണ്ട്. അതിൽ നിങ്ങൾ ചെയ്യുന്ന കൃഷിയിൽ വീണ്ടും ഫാക്ടംഫോസും മറ്റു കാര്യങ്ങളും ഇടുമ്പോൾ അത് എത്രത്തോളം ശരിയാണെന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. ഇനി ബാക്കിയുള്ള സ്ഥലങ്ങൾക്കൊന്നും എനിക്ക് അവസ്ഥ എനിക്കറിയില്ല. ഞാനിവിടെ പാലക്കാടത്ത് ഈ ഒരു കാര്യം നോക്കും. എന്നിട്ട് ഇത് വെച്ച് ഭക്ഷണം വെച്ച് എങ്ങനെയാ ഭക്ഷണം വെക്കുന്നത്? രാസപദാർത്ഥങ്ങളുടെ നിലവറയായ പഞ്ചസാര, നെയ്യ്, എന്ത് നെയ്യ്? പശുവിന്റെ പാല് 7 അയലത്ത് കൂടെ പോയിട്ടുണ്ടാവില്ലാത്ത നെയ്യ്, പിന്നെ അങ്ങോട്ട് പറയണം, വെജിറ്റബിൾ ആണെന്നേ ഉള്ളൂ. പക്ഷെ ഓരോന്നിന്റെയും കെമിക്കലിന്റെ കലവറകൾ മിക്സ് ചെയ്തിട്ടുള്ള സദ്യകളാണ് അവിടെ കൊടുക്കുന്നത്. കെമിക്കലിന്റെ കലവറകൾ ആർക്ക്? ബ്രാഹ്മണന് കൊടുക്കണം, ബ്രാഹ്മണർക്കാണ്. എത്രത്തോളം ഹെൽത്തി ആവും ആ ഒരു സദ്യ കഴിച്ച് അടുത്ത വർഷം വരേക്കും? എത്ര ബ്രാഹ്മണര് ആ സദ്യയുടെ സൈഡ് എഫക്റ്റ് കാരണം അടുത്ത വർഷം കവർ ചെയ്യും? ഇപ്പൊ ഞാൻ ഈ ഒരു കെമിക്കലിന്റെ കാര്യങ്ങളും അതും ഇതൊക്കെ ഒന്ന് പഠിച്ചതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ കാരണം. ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു, നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. ശർക്കരയ്ക്ക് ശർക്കര, പഞ്ചസാരയ്ക്ക് പഞ്ചസാര, ഈ പറഞ്ഞ പോലെ നെയ്യ്, കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ ഉപയോഗിച്ചു. കാരണം എന്താ? ഇതാണ് നമുക്ക് അവിടെ നിന്നുള്ള ഈ ടീച്ചേഴ്സ് പഠിപ്പിച്ചു തരുന്നത്. ആര്? അവിടുത്തെ സിസ്റ്റേഴ്സ്, സഞ്ചാരികമാര് പറഞ്ഞാൽ ഉപയോഗിക്കാലോ, ബ്രാഹ്മിൺസിന്റെ പൊടിയാണെങ്കിൽ ഉപയോഗിക്കാലോ.
എന്തോന്ന് ബ്രാഹ്മിൺസ്, അടിച്ചു കലക്കി വിട്ട് വരികയാണ് ബ്രാഹ്മിൺസ് എന്നും ഈ പറഞ്ഞ അത് ഇതൊക്കെ പറഞ്ഞിട്ട്. അതിൽ ഉള്ളിയുടെ അംശം ഉണ്ടാവില്ല എന്നുള്ളൂ, പക്ഷെ കെമിക്കലിന്റെ പവർ അതിന് നിറയുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇത് കഴിച്ചുകൊണ്ട് എത്ര ബ്രാഹ്മണന്മാര് റിക്കവറായിട്ട് സത്യയുഗത്തിലേക്ക് ഉണ്ടാവും എന്നല്ല ഞാൻ ചോദിക്കുന്നു. ഈ ഒരു സംഗമയുഗത്തിന്റെ ഒരു 5 വർഷമോ 10 വർഷം എത്ര പേര് റിക്കവർ ആവും നോക്കാം. ട്രിപ്പിൾ ഓം ശാന്തി. ക്ഷമയോടെ കേട്ടല്ലോ അല്ലെ. ഇത് കുറേയധികം പറയാനുണ്ട്. പിന്നെ സമയം അരമണിക്കൂർ ആയതുകൊണ്ട് ഞാനിങ്ങനെ നിർത്തുകയാണ്. കാരണം ഇത് അപ്ലോഡ് ചെയ്യാനൊക്കെ ഒരു സമയം വേണേ. അത് ക്ഷമയുടെ കാര്യം പറഞ്ഞു വരികയാണെങ്കിൽ 25 ദിവസം ഇരുന്ന് പറഞ്ഞാൽ തീരില്ല. അത്രയും ക്ഷമയോടെ കേൾക്കേണ്ട സംഭവമാണ്. ക്ഷമയോടെ തന്നെ ജീവിക്കണം. ഞാൻ പറഞ്ഞു ഈ സംഭവം ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. അതിന് കാരണം എന്താ, ഞാൻ ക്ഷമയോടെ അവരായിരുന്നു വാച്ച് ചെയ്തത്. ഇപ്പൊ ഞാൻ ക്ഷമയോടെ എന്നെയാണ് വാച്ച് ചെയ്യുന്നത്. അന്നും എനിക്ക് ഒരുപാട് തെറ്റ് പറ്റിയിട്ടുണ്ട്, ഇന്നും എനിക്ക് തെറ്റുകൾ പറ്റുന്നുണ്ട്, ഇന്നും എനിക്ക് തെറ്റുകളൊക്കെ പറ്റുന്നുണ്ട്. പക്ഷെ ഞാൻ ക്ഷമയോടെ തന്നെ എന്നെ ക്ലിയർ ആക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഒരാളും ക്ലിയർ ആക്കാനല്ല. അപ്പൊ ഇതില് ഈ വീഡിയോ കാണുന്ന 5 പേര് VKS ആണെങ്കിലും ശരി അല്ലെങ്കിലും ശരി, അവരെ ക്ലിയർ ആക്കാനുള്ള പരിപാടി ഒന്നുമല്ല ഞാനീ ചെയ്യുന്നത്. ഞാൻ ക്ഷമയോടെ എനിക്ക് വന്ന അനുഭവങ്ങളുടെ ആധാരത്തിൽ ക്ഷമയോടെ കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ പ്രാക്ടിക്കൽ ജീവിതത്തിൽ ചേഞ്ച് വരുത്തിയതിന് ശേഷം അതിൽ എത്രത്തോളം റിസൾട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കി, അസുഖങ്ങളുടെ കാര്യത്തിലാണെങ്കിലും നല്ല ശുദ്ധമായി യോഗം ചെയ്യാൻ പറ്റുന്ന കാര്യത്തിലാണെങ്കിലും ഏത് കാര്യങ്ങളിൽ എനിക്ക് എത്രത്തോളം ചേഞ്ച് വരുത്താൻ പറ്റുന്നുണ്ടോ പ്രാക്ടിക്കലായിട്ടാ. ഞാൻ ഈ ക്ഷമയോടെ ഈ സംഭവം പറഞ്ഞ അരമണിക്കൂർ കൊണ്ട് പറയുന്നുണ്ടെങ്കിൽ അത് വെറുതെ അരമണിക്കൂർ കൊണ്ട് പറയുന്നതല്ല. ദിവസങ്ങളും മാസങ്ങളും എടുത്ത് പ്രാക്ടിക്കലാക്കി ശരീരത്തിൽ മനസ്സിൽ യോഗം ചെയ്യാൻ വേണ്ട തടസ്സങ്ങളൊക്കെ നീക്കിയതിന് ശേഷം മാത്രം. കണ്ടോ, ഞാൻ എല്ലായിടത്തും പോകുന്നുണ്ട്. ഏത് സ്ഥലത്തും നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയും. സർവ്വവ്യാപിയായിട്ട് തന്നെ കാണാൻ കഴിയും. ഇതേ കുമ്പിടി, ഇതേ ഇവിടെ, ഇതേ അപ്പുറത്തും കുമ്പിടി നല്ല പോലെ ചിലപ്പോ എന്നെ എവിടെയും കാണാൻ കഴിയും, എന്നെ അവിടെയും കാണാൻ കഴിയുന്നില്ലേ. നമ്മളാണ് സർവ്വവ്യാപികൾ. പക്ഷെ ഭഗവാൻ സർവ്വവ്യാപി അല്ല. നമ്മളെല്ലായിടത്തും ഉണ്ടാവും. സനാതന ധർമ്മത്തിലുള്ള നമുക്ക് എവിടെയും പോവാം. ബിരിയാണി വിളമ്പുന്നിടത്തും പോവാം, ബിരിയാണി എല്ലാം നോർമലായിട്ട് പഴം കൊടുക്കുന്നിടത്തും പോവാം. പക്ഷെ നമ്മുടെ സ്ഥിതി ബിരിയാണി വിളമ്പുന്നിടത്ത് ഞാൻ കീറി ചെല്ലണം എന്നൊന്നുമില്ല. പോണ സമയത്ത് തന്നെ കാണാം ഓരോന്നിനും വെട്ടി കീറി കരിച്ച് പൊരിച്ച് വെച്ചിരിക്കുന്ന ഇങ്ങനെ ഗ്ലാസും കൂട്ടിലാക്കിയിട്ട്, ചിക്കനായിട്ടും മട്ടനായിട്ടും ബീഫായിട്ടും അതും ഇതും ഒക്കെ ക്ഷമയോടെ കാണുന്നു. നമ്മളതിന് നല്ല ശീലത്തിൽ പെട്ടിരുന്നതാണ്. അതിനെ റിക്കവർ ചെയ്യാനുള്ള ഒരേ ഒരു പരിഹാരം സ്വയത്തിലേക്ക് തിരിയുക. വേറെ ഒന്നുമില്ല. സ്വയത്തിലേക്ക് തിരിഞ്ഞ് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കുറവുണ്ടാവും. ആ കുറവുകളെ പതുക്കെ നീക്കുക. ഈ പറഞ്ഞ പോലെ ബ്രഹ്മകുമാരീസിൽ വലിയ കുറവുകളൊന്നുമില്ല, ചെറിയ കുറവുകളുള്ളൂ. പക്ഷെ അത് മാറ്റിയെടുക്കാൻ ഇനി നടക്കില്ല. അത് ബ്രഹ്മകുമാരീസിന്റെ ആ ഒരു ശീലം കൊണ്ടുവന്ന് ടീം അവിടെ ഇപ്പൊ ശരീരത്തിലൊന്നും ഇല്ല. പക്ഷെ അത് അവിടെ പ്രാക്ടിക്കൽ ആക്കി കഴിഞ്ഞു. ഇനി ബ്രഹ്മകുമാരീസിനെ മാറ്റാൻ പറ്റില്ല. പക്ഷെ അതിന്റെ ശുദ്ധമായ കാര്യങ്ങൾ വേണം എന്ന ആഗ്രഹമുള്ള ബാബയുടെ കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ വേണം എന്ന ആഗ്രഹമുള്ള ഒരാളോ 2 ആളോ 3 ആളോ ഒക്കെ മതി. അവര് മാറാം. ഒരു പ്രാക്ടിക്കലായിട്ട് എനിക്ക് കിട്ടിയ അനുഭവം വെച്ച് ഞാൻ ഷെയർ ചെയ്യും. ക്ഷമയോടെ കേട്ട് കാര്യങ്ങൾ എന്തൊക്കെയാ വേണ്ടത് ഞാനിങ്ങനെ പതുക്കെ പറയും. സാത്വിക ഭക്ഷണം, നമുക്ക് യോഗം ചെയ്യാനുള്ള വഴികൾ, ജ്ഞാനം ഉണ്ടായി എന്ന് വെച്ചിട്ട് ധാരണയും സേവനവും യോഗം കിട്ടൂല. ജ്ഞാനം ഉണ്ടെങ്കിൽ യോഗം ചെയ്ത് ധാരണ ചെയ്ത് സേവനം ചെയ്താൽ തന്നെ ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് ഈ കലിയുഗി ശരീരത്തിൽ നിന്ന് കൽപ്പത്തെ 84ാമത്തെ ശരീരത്തിൽ നിന്ന് വീണ്ടും 1-1 വരേണ്ടവർ 1-1 ഇനി അതെല്ലാം അവസാനം ഈ 8
12 20ാമത്തെ ജന്മത്തിൽ വരേണ്ടവർക്ക് 20ാമത്തെ ജന്മത്തിലും വരാൻ പറ്റുള്ളൂ. അപ്പോൾ വീണ്ടും ട്രിപ്പിൾ ഓം ശാന്തി.